ഇപ്പോൾ തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെയാണ് പമ്പയിൽ എത്തിയത്. സുജു ടി ബാബു ചേരുന്നു. സുജു, തങ്ക അങ്കി ഘോഷയാത്ര പുറപ്പെടുകയാണ്. ഷമി, അല്പസമയത്തിനുള്ളിൽ തന്നെ പമ്പയിൽ നിന്ന് പുറപ്പെടും. നമ്മളിപ്പോൾ ഉള്ളത് പമ്പ ഗണപതി കോവിൽ ക്ഷേത്രത്തിന് സമീപമാണ്. ഗണപതി കോവിൽ ക്ഷേത്രത്തിലായിരുന്ന ദർശനത്തിനായി തങ്കയങ്കി എത്തി അവിടെ ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് വീണ്ടും ഗണപതി കോവിലിന് സമീപത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര ആചാരപൂർവ്വം അത് ശബരിമല സന്നിധാനത്തേക്ക് പോകുക. സന്നിധാനത്തിന് മുമ്പ് മരക്കൂട്ടത്ത് വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ മറ്റ് ക്ഷേത്ര അധികാരികൾ ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയും മന്ത്രി VN വാസൻ ഉൾപ്പെടെയുള്ളവർ ഈ സമയം സന്നിഹിതരായിരിക്കും. അതിനുശേഷം സോപാനത്ത് 18-ാം പടി കടന്ന് സോപാനത്തെത്തുമ്പോൾ ക്ഷേത്ര തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം 6:30-ക്ക് ദീപാരാധന ചടങ്ങ് നടക്കും. അതിനുശേഷം നാളെയാണ് മണ്ഡല പൂജ നടക്കുക. സുജു, എന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഷമി, തങ്കയങ്കി ഉയർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകിട്ടാണ് നടക്കുക. നാളെയാണ് മണ്ഡലപൂജ നടക്കുക. ഇന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളെ സംബന്ധിച്ചോളം. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 6:30 മുതൽ തന്നെ ഞായറാഴ്ച മുതൽ തന്നെ ഈ വലിയ തരത്തിലുള്ള ഇതായിരുന്നു, സ്വീകരണങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഒരു ഘോഷയാത്രയൊക്കെ എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? ഘോഷയാത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ജനപ്രവാഹം ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായി ഇതുവരെ വന്നു. ഇതൊരു ഭാഗ്യമായിട്ടാണോ കാണുന്നത് തങ്കയങ്കി ഘോഷ? തീർച്ചയായിട്ടും. കാരണം തിരുവാഭരണവാഹകരാണ് ഞങ്ങൾ. അത് ഇപ്പോൾ 2ാമത്തെ വർഷമാണ് തങ്കയങ്കി കൂടി ഞങ്ങൾക്ക് എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിന് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം. മുൻ വർഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമായിരുന്നു അല്ലേ? അതെ, ഇപ്പോഴും അത് തന്നെ. തിരുവാഭരണ ഘോഷ ഇപ്പോൾ തങ്കയങ്കി ഘോഷയുടെ കഴിഞ്ഞ വർഷം മുതൽ 2 വർഷം മുതൽ തന്നെ അല്ലേ? ഈ വരുന്ന യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖകരമായ യാത്രയാണ്. ഭഗവാന്റെ അനുഗ്രഹം എവിടെ ഉള്ള ഒരു യാത്രയാണിത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പറഞ്ഞോളൂ. നല്ല രീതിയിലുള്ള ഇതായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ പന്തളത്തെ വലിയ ക്ഷേത്രത്തിൽ തൊഴുത് പന്തളത്ത് തമ്പുരാനെ കണ്ട് തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് അവിടെ നിന്നും പെരുന്നാട് ക്ഷേത്രത്തിൽ വന്നിട്ട് ഘോഷയാത്രയുടെ ഭാഗമായി കൂടി ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി സന്നിധാനത്തേക്ക് തിരുവാഭരണം എത്തിക്കുകയാണ് ഞങ്ങളുടെ ജോലി. തിരുവാഭരണ ഘോഷയാത്രയോട് എത്ര വർഷമാണ്? ഞാൻ 23-ാമത്തെ വർഷമാണ് ഈ വർഷം തിരുവാഭരണ ഘോഷയാത്ര. ഇപ്പോൾ 2ാമത്തെ വർഷം തങ്കയങ്കി ഘോഷയാത്ര. ഇത്തവണ തീർത്ഥാടനവും വളരെ സുഗമമായി പോയെന്നാണ് പൊതുവിൽ പറയുന്നത്. ഈ പ്രാവശ്യം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ പോയി. വളരെ നന്ദി ഷമി. നമ്മളിപ്പം ഈ കാര്യങ്ങൾ വിവരിച്ചത് തങ്കയങ്കി ഘോഷയാത്രയായി അതിൻ്റെ തങ്കയങ്കിയായി യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. തിരുവാഭരണ ഘോഷയാത്രയിലും ഇവർ തന്നെയാണ് പങ്കെടുക്കുന്നത്. വളരെ ഭംഗിയായി തീർത്ഥാടന കാലം മുമ്പോട്ട് പോകുന്നു. ഇവരും അവരുടെ അനുഭവങ്ങളിലും പങ്കുവെക്കുന്ന അപ്രകാരം തന്നെയാണ് ഷമി. സുജു, ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ശബരിമലയിലേക്ക് ഈ തങ്ക അങ്കി സംഭാവന ചെയ്യുന്നത്. ഏതാണ്ട് 435 കിലോ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചോളം തങ്ക അങ്കി ചാർത്തിയുള്ള ആ ദീപാരാധന എന്ന് പറയുന്നത് അങ്ങേയറ്റം ഭക്തി നിർഭരമായ ഒരു സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുമെങ്കിലും ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നാണ് അറിയുന്നത്. സുജു.
തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ തീർത്ഥാടകർക്ക് ഇന്നുണ്ട്. ഈ ദിവസം ഈ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഷമി സൂചിപ്പിച്ചുള്ള 430-ലധികം തൂക്കം വരുന്ന തങ്കിയങ്കി ഇതാ മുമ്പ് ശ്രീചിത്രനാളാണ് ഈ ശബരിമലയ്ക്ക് അയ്യപ്പന് സമർപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഇത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് വലിയ പ്രൗഢിയോടെയും ആചാരപൂർവ്വം തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച തിരിച്ചു 4-ാം ദിവസമാണ് ഇപ്പോൾ ഇത് പമ്പയിൽ എത്തിച്ചേരുന്നത്. ഇന്ന് അല്ലെങ്കിൽ അതായത് ഇന്നലെ പെരുന്നാട് ശാസ്താക്ഷേത്രത്തിലാണ് ഇത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ വിശ്രമം. അതിനുശേഷം ഇന്ന് അവിടുന്ന് തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര പുനരാരംഭിക്കുകയും അതിനുശേഷമാണ് ആചാരപൂർവ്വവും വലിയ വിശ്വാസപൂർവ്വവും തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് എത്തിച്ചേർന്നത്. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തിയപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്വീകരണവും ആലയിട്ട് സ്വീകരണം നടത്തിയിരുന്നു. മന്ത്രിയും മറ്റ് ദേവസ്വം ബോർഡിലെയും അതുപോലെ വകുപ്പിലൊക്കെ ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും അതിന് ആചാരപൂർവ്വം സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടും. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച പുറപ്പെട്ട ഘോഷയാത്രയാണ് ഇന്ന് 1:30 പമ്പയിലെത്തിയത്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അവിടെ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു.